ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്നാക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ ചെറിയ ഉരുളക്കിഴങ്ങാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുക്കാം. എല്ലാം നന്നായി ഉടച്ചെടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണ് മുളക് പൊടി, 1/2 കപ്പ് സവാള ചെറുതായി കട്ട് ചെയ്തത്, ഒരു ടീസ്പൂൺ പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ മല്ലിയില കൂടി ഇട്ട് കൊടുത്ത് എല്ലാം നന്നായി മിക്സാക്കി എടുക്കാം. ശേഷം ഇതിലേക്ക് 1/3 കപ്പ് കോൺഫ്ലവർ കൂടി ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ എല്ലാം നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലുള്ളൊരു ട്രേ എടുത്ത് അതിലേക്ക് മാവ് വെച്ച് കൊടുത്ത് നന്നായി പരത്തിയെടുക്കാം. ഇതാ ഈ കാണുന്നത് പോലെ പരത്തിയെടുത്ത ശേഷം നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയുള്ളൂ. ശേഷം ഇത് കത്തി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കോൺ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട്ലേറ്റ് പോലെയോ സ്ക്വയർ ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എണ്ണയിലിട്ട ഉടനെ ഇളക്കി കൊടുക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ ആകുമ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. ഇത് കുറച്ച് കഴിഞ്ഞ ശേഷം മാത്രമേ തിരിച്ചിട്ട് കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴിതാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണ്. കട്ട്ലേറ്റ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ ഇതുപോലുള്ള വെറൈറ്റി ഡിഷുമായി വീണ്ടും വരാം.
എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ്. വീഡിയോ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു ന്യൂ വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്